രക്ഷിച്ച ഫാനോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില ആൾക്കാർ നമ്മളെ ലോ ആയിരിക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെ ഭയങ്കര ആരാധനയോട് നോക്കി, ചേച്ചി ഞാൻ ചേച്ചിനെ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫാനാണ്, കുട്ടി തള്ളല്ലേ വെച്ച് നോക്കുക. അല്ല ചേച്ചി ഭയങ്കര ഫാനാണ് ചേച്ചിയുടെ ആ സിനിമ കണ്ടിട്ടുണ്ട് ഈ സിനിമ. ഞാൻ താങ്ക് യു ഗോഡ് എന്ന് പറയും. സൈക്കോ ആയിട്ടുള്ള ആരെങ്കിലും അയച്ചൊരു ഗിഫ്റ്റ് ഈ കഴിഞ്ഞ ദിവസം എന്നെ ഇഷ്ടാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാള് ജമുനാപ്പേരി കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ആള് കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു കോൾ വന്നു, ചേച്ചി ഒരു ആഡിന്റെ എൻക്വയറി ഉണ്ട്, എനിക്ക് ചേച്ചീനെ ഒന്ന് കാണണം, ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വരാം, ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുമോ എന്നിട്ട് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പിന്നെ വന്ന് ബെല്ലടിച്ചു, 2 ദിവസം മുമ്പ് വന്ന് ബെല്ലടിച്ചു, വാല് തുറന്നപ്പോ ആളൊരു കേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്തിന്റെ കേക്കായിരുന്നു? റെഡ് വെൽവെറ്റ് വിത്ത് ലവ് ആളുടെ പേര്. ബർത്ത്ഡേ അങ്ങനെ അല്ലല്ല, വെറുതെ ആദ്യമായി ഞാൻ എന്താ പറയാ ഗായത്രിയെ കണ്ട ദിവസം ഇന്നാണെന്ന് പറഞ്ഞ അങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് അങ്ങൊരു സെൽഫി ഇട്ടുണ്ട്, കണ്ടു അവസാനം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഇത് ആക്ച്വലി ഇങ്ങനെ ഒരാൾ പുറകെ നടക്കുമ്പോ എന്താണ് ഫീൽ തോന്നുന്നത് ഉള്ളില്? നമ്മളെ ശല്യം ചെയ്യാത്ത സിറ്റുവേഷൻസ്, ശല്യം ചെയ്യാത്തിടത്തോളം കാര്യം ഭയങ്കര നമുക്ക് പേടിയാവും അവസാനൊക്കെ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി? അതെ 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 അതെ. അതായത് നമ്മുടെ വീട് കണ്ടുപിടിച്ച് ഇടയ്ക്കിടയ്ക്ക് വീടിന്റെ താഴത്ത് വന്ന് നിൽക്കുക, വന്ന് വീടിന്റെ ബെല്ലടിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻ. ഡോർ തുറക്കുമ്പോൾ ആളുണ്ടാവൂലേ? ഡോർ തുറക്കുമ്പോൾ അച്ഛനെ കണ്ടാലും പോവില്ല. നമുക്ക് പേടിയാവും. മുറുക്ക് നമ്മൾ കണ്ടിട്ടില്ലേ പ്രേമം നിരസിച്ചിട്ട് അങ്ങനെ ഭയങ്കര റിബലായിട്ട് ആരെങ്കിലും ബിഹേവ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അടുത്ത പേരുണ്ടായിരുന്നു. എന്നാണ് എന്റെ തോന്നണ, ദൈവം സഹായിച്ച്. എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ് അത്? ഇങ്ങോരും എന്റെ പിന്നാലെ ഒരുപാട് നാളായിട്ട് നടക്കണതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം അച്ഛനെ അമ്മേനെ കൊണ്ടൊക്കെ വേണ്ടാന്ന് പറയിപ്പിച്ചു. അപ്പൊ അങ്ങോര് പറയണത്, നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തടയാവരുത്, ഞങ്ങളെ ഒന്നിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് എനിക്കൊക്കെയാണ്, അച്ഛനമ്മയ്ക്കാണ് പ്രശ്നം എന്ന്. അവസാനം വേറെ നമ്പറിൽ എനിക്ക് മെസ്സേജ്, ഞാൻ പറഞ്ഞു പ്ലീസ് എന്നെ വെറുതെ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ടില്ല നിന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ ഇന്റർവ്യൂ കാണുമ്പോ അവൾ വിചാരിച്ച് ഞാൻ നിർത്തി തുടങ്ങാൻ പോകുള്ളൂ. മറ്റേതാണ് ഇൻഷുറൻസ് അവസാനിച്ചു. ഈ വണ്ടി പെട്ടെന്ന് പഞ്ചറായി കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് അറിയാം? പഞ്ചറായിണ്ട് ഈ വണ്ടി. ഞാന് എന്താ പറയാ, എറണാകുളത്തേക്ക് വരുന്ന വഴി എനിക്ക് ഓർമ്മയുണ്ട്, കൊരട്ടി സിഗ്നലിന്റെ അവിടെ വെച്ചിട്ട് ഒരാള് ബൈക്കിൽ പോകുമ്പോ എന്നോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നോക്കുമ്പോ വണ്ടി എനിക്ക് പോവാൻ ഭയങ്കര കഷ്ടവും. നോക്കുമ്പോ വണ്ടി ടയർ പഞ്ചറായി. ഭാഗ്യത്തിന് തൊട്ടടുത്ത് തന്നെ ആ കൊരട്ടിയുടെ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ കയറി ശരിയാക്കി. അല്ല സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുമില്ല എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളത്. വീണ്ടും നമുക്ക് വണ്ടിയിലേക്ക് തന്നെ വരാം, സിനിമയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു